കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഹൈക്കോടതി മുൻ ജഡ്ജി CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. തടവുകാരുടെ എണ്ണം കൂടുന്നത് കണക്കിലെടുത്ത് സംസ്ഥാനത്ത് പുതിയ ജയിൽ നിർമ്മിക്കാനും തീരുമാനമായി. ഇതിനായി കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്തും. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, കൊച്ചു ജയിലും ഒത്തിരി കുറ്റവാളികളും ഇത്തിരി പോലീസുകാരും, അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. കുറച്ച് നേരത്തെ ചെയ്യേണ്ട റിവ്യൂ ആയിരുന്നു ഇത്. ഇപ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിലവിൽ വന്നിരിക്കുന്നത്? സുഹൈലെ, കണ്ണൂർ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി ചാടിപ്പോയ സംഭവത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി അടിയന്തര യോഗം ഇന്ന് വിളിച്ചത്. ഇന്ന് 11:30 ഓൺലൈനായിട്ടാണ് യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് നിലവിലിപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന് പുറമെ ഒരു സമഗ്ര അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലവിലിപ്പോൾ പോലീസിന്റെ അന്വേഷണവും വകുപ്പ് തല അന്വേഷണവും നടക്കുന്നുണ്ട്. ഇതിന് പുറമെ മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണം നടക്കും. ഇവർ ഡയറക്റ്റായി കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അത്യന്തം ഗൗരവമുള്ള സംഭവമാണെന്ന് വിലയിരുത്തി. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ജയിലുകളിൽ ഇനി മുതൽ പാലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അടുത്ത 3 മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗ് അത് പൂർണ്ണ അർത്ഥത്തിൽ കാര്യക്ഷമമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത്, സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജൻസ് CCTV 4 പ്രധാന ജയിലുകളിലും അടിയന്തരമായി സ്ഥാപിക്കും. ജയിൽ ജീവനക്കാർ തുടർച്ചയായി ഒരേ സ്ഥലത്ത് തുടരുന്നത് കണക്കിലെടുത്ത് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഒഴിവാക്കാൻ ഓരോ സ്ഥലത്തും 5 വർഷം പൂർത്തിയാക്കിയവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റും. ജയിലിനകത്ത് ഇന്റലിജൻസ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തും. ശിക്ഷിക്കപ്പെട്ട കൊടും ക്രിമിനൽ പലരെയും ഇപ്പോൾ അതീവ സുരക്ഷാ ജയിലിലാണ് പാർപ്പിക്കുന്നത്. ഇവരെ അന്തർ സംസ്ഥാന ജയിൽ മാറ്റം കൂടി ആലോചിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ താങ്ങാനാവുന്നതിൽ ശേഷിയിൽ കൂടുതൽ തടവുകാർ നിലവിൽ സംസ്ഥാനത്തെ ജയിലുകളിൽ ഉണ്ടെന്നുള്ള കണക്കുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഒരു പുതിയ ജയിൽ കൂടി ആരംഭിക്കുന്നതിനുള്ള ആലോചനകളും തുടങ്ങിയിട്ടുണ്ട്. ഇതിനായി കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ ജയിലിനായിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കാനുള്ള നീക്കം അത് നടത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. സുഹൈൽ, ശരി, ഇനി ആരും പുറത്തു ചാടാതിരിക്കാൻ ഉതകുന്ന നടപടികൾ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അത് ഇന്റലിജൻസ് ക്യാമറ തൊട്ട് അങ്ങനെ ഒരുപാട് കൂടുതൽ സൗകര്യങ്ങൾ തടവുപുള്ളികൾക്ക് പുറത്ത് ചാടാതിരിക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളാനാണ് നിർദ്ദേശമുള്ളത്. ഒരു പ്രത്യേക അന്വേഷണം കൂടി ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ട്.